ഹലോ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോഴും ഇൻവോയ്സ് നമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് നമ്പർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓരോ ഇൻവോയ്സ് നമ്പറും യുണീക്ക് ആയിരിക്കണം. കാരണം ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. എങ്ങനെയാണ് ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻവോയ്സ് നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ സെലക്ട് ചെയ്യുക. ശേഷം അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിൽ വൗച്ചർ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഓഫ് വൗച്ചർ ടൈപ്പിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണോ അത് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ സെയിൽസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൗച്ചർ ടൈപ്പ് ഓൾട്ടറേഷൻ എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ സെറ്റ് ഓർ ഓൾട്ടർ അഡീഷണൽ നമ്പറിംഗ് ഡീറ്റെയിൽസ് എസ് എന്നാക്കുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ സ്റ്റാർട്ടിംഗ് നമ്പർ കൊടുക്കുക. അതുപോലെ വിഡ്ത് ഓഫ് ന്യൂമറിക്കൽ പാർട്ടും കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിംഗ് നമ്പർ 1 കൊടുക്കുന്നത്, വിഡ്ത് 3. പ്രീഫിൽ വിത്ത് 0 എസ് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ പ്രിഫിക്സ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാനായി പ്രിഫിക്സ് സെക്ഷനിലേക്ക് പോകുക. അവിടെ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇവിടെ 1 ഏപ്രിൽ 2025 ആണ് കൊടുക്കുന്നത്. ശേഷം ഇൻവോയ്സ് നമ്പറിന് വേണ്ട പ്രിഫിക്സ് ഫിൽ ചെയ്യണം. നമ്മൾ ഇവിടെ കമ്പനിയുടെ ഷോർട്ട് ഫോമും ഫിനാൻഷ്യൽ ഇയറും ആണ് കൊടുക്കുന്നത്. ശേഷം Ctrl+A അമർത്തി സേവ് ചെയ്യുക. വീണ്ടും സേവ് ചെയ്യുക. പിന്നീട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വൗച്ചർ സെലക്ട് ചെയ്ത് സെയിൽസ് വൗച്ചർ എടുക്കുമ്പോൾ നമ്മളുടെ പുതിയ ഫോർമാറ്റിലുള്ള ഇൻവോയ്സ് നമ്പർ കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.